അപ്പോൾ മക്കളെ നമ്മളിന്ന് ഫിഷ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഫിഷിൻ്റെ ഒരു കോലം നോക്ക്, ഫുള്ള് എല്ലും തോലുമായിട്ട് മാറിപ്പോയി. നമ്മളുടെ ഫിഷ് ഇങ്ങോട്ട് നോക്കി ആ മോനെ സീൻ. ഇതാണ് കുബൂസ്. നമുക്ക് ഈ കുബൂസ് ഇങ്ങനെ എടുക്കുക, സൈഡൊന്നും ഇങ്ങനെ മുറിക്കുക. നമ്മളെ സാധനം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അൽഹസയിൽ ഞാനിവിടെ കണ്ടതിൽ ഭയങ്കര റേറ്റിംഗ് നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് അടിക്കാൻ വന്നിട്ടുള്ള കേട്ടോ. ഇതെങ്ങോട്ടൊക്കെ മത്താം ദാറുലുലു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മലയാളികളാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾ കംപ്ലീറ്റ് മലയാളികളാണ്. അപ്പോൾ ഇവിടെ ഫിഷാണ്, ഫിഷ്. അപ്പോൾ നമുക്ക് ഏതാണ് മീൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ മീനിനെ പോലും നല്ല ഫ്രൈ ആക്കിയിട്ടോ അൽഫാം ആക്കിയിട്ടോ ഷവായ ആക്കിയിട്ടൊക്കെ നമുക്ക് തരും. അപ്പോൾ ഇതാണ് മുത്തുമണിയാണ് നമുക്ക് ചിലവ് ചെയ്യുന്നത്. മുത്തുമണി ഒരു ഹായ് പറഞ്ഞാൾ ജസീൽ ബ്രോ ഉണ്ടത് മൊഞ്ചൻ, കൊടുവള്ളിയുടെ മൊഞ്ചൻ. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിൽ കയറി നോക്കുക. അപ്പോൾ സെറ്റ് നമുക്കുള്ള ഒന്ന് കാണിക്കേ. ഈ മീനാണ് നമ്മളെടുത്ത്. ഓക്കെ ഗൈസ്, ഇതുണ്ടല്ലോ ഒരുപാട് മീനുണ്ട് കേട്ടോ. നല്ല മീനുകളുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് ഓലോട് പറഞ്ഞാൽ മതി. ഓല അങ്ങോട്ട് റെഡിയാക്കി സെറ്റാക്കി തരും. ചൂടണമെങ്കിൽ ചൂടും, പൊള്ളിച്ച് എന്താക്കിയിട്ട് വേണമെങ്കിലും തരും കേട്ടോ. പിന്നെ ഇവിടെയുള്ള ചോറ് എന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് ഉണ്ട്, ബിരിയാണി റൈസ് ഉണ്ട്, മഞ്ഞച്ചോറുണ്ട്, കറുത്ത ചോറുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വരെ പ്രോൺസ് പൊള്ളിച്ച് എല്ലാ മീൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. സംഭവം എന്താണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് കേട്ടോ. നല്ല ആംബിയൻസും നല്ല സംഭവങ്ങളാണ്. നല്ല റേറ്റിംഗും ഉണ്ട്, നല്ല തിരക്ക്. ഇതിപ്പോൾ പള്ളി കഴിഞ്ഞ പാടെ നമ്മൾ വെള്ളിയാഴ്ച ഉണ്ട് ഇറങ്ങിയത്. ഇവിടെ ഓരോ കഴിച്ച് പോയതാണ്. സംഭവം നൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഫുഡ് ഉണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അവിടെ നമ്മളെ ജസീൽ ബ്രോ സെറ്റല്ല മുത്ത. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ഓലയൊന്നും കൂട്ടാണ്ട് കഴിക്കാൻ വന്ന ഓല എല്ലാവരും അച്ചറുണ്ടാക്കുമായിരുന്നു. നെക്സ്റ്റ് ടൈം ഓലയും കൂട്ടല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളുടെ മിക്സ്ഡ് സലാഡൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇത് ഹമ്മൂസ്, ലൈമോണ്, ഇവിടെ ഇതിൻ്റെ മേലെ ഇതെന്താ സാധനം? പനീർ. പിന്നെ ഇതാ ഇവിടെ ഒരു കുബൂസ്. പിന്നെ ഇതാ ഇവിടെ ഫോർക്കും ടിഷ്യൂം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് സ്റ്റാർട്ടർ അല്ലേ? സ്റ്റാർട്ടർ എന്ന് പറയുന്ന സാധനം അതല്ലേ? അപ്പോൾ ഞങ്ങൾ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ റെഡി ആകുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഹമ്മൂസാണോ ആ സാധനം? ഇത് ഹമ്മൂസാണെന്ന് ഇപ്പോൾ പറഞ്ഞാ. ഇതാണ് ഹമ്മൂസ്. ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ അറബികളുടെ പ്രധാന ഭക്ഷണമാണ് കുബൂസ്. കുബൂസ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കുബൂസ്. നമുക്ക് ഈ കുബൂസ് ഇങ്ങനെ എടുക്കുക, സൈഡൊന്നും ഇങ്ങനെ മുറിക്കുക. നമ്മളെ സാധനം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ. ഇങ്ങനെ എടുക്കുക, നേരെ മുറിച്ചിട്ട് ഇതാ ഇവിടെ ഈ ഹമ്മൂസ് കണ്ടോ, ഈ ഹമ്മൂസിൽ ഇങ്ങനെ കുത്തുക. കുത്തി ഇങ്ങനെ എടുത്തിട്ട് സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് നമ്മളെ റൈസ്, നമ്മളുടെ ഫിഷ് ഇങ്ങോട്ട് നോക്കി ആ മോനെ സീൻ. പിന്നെ അതവിടെ ചട്നി തഹനിയ. ഓക്കെ ഓക്കെ മക്കളെ സീനാണ്. ठंडाना 7 दे दो, एक हमलिया दे दो. ഇങ്ങോട്ട് നോക്ക്, സംഭവം സെറ്റ്. യാ മോനെ പൊളിച്ചടുക്കി സെറ്റല്ലടാ. അപ്പോൾ ഇനി നമ്മളിത് കഴിക്കട്ടെ. നോക്ക്, നമ്മളെ ഫിഷാണ്. നേരത്തെ നമ്മളെ കണ്ട ഫിഷ് ഇങ്ങനെ ആക്കിയല്ലോ. അപ്പോൾ ഗൈസ്, അവിടെ നമ്മൾ റൈസ് ആ സുപ്രയിലേക്ക് അങ്ങോട്ട് ഇട്ട്. സൂപ്പറാ ഇത് ഇവർ വിടുന്ന തന്നെ സൂപ്പറാണ്. ഇതൊക്കെ നമ്മളെ ഫിഷ് ഇങ്ങോട്ട് നോക്കിക്കോള്. ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക ഫിഷ്. ഐഷ് നോക്കി, ഏതാ മുഞ്ചെന്ന് ഫിഷ്. ഫിഷ് ഇടണ്ട, നീ കഴിക്കാൻ തുടങ്ങിക്കോ. ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. സംഭവം നൈസുണ്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് 7-Upഉം ജസീൽ മുത്തുമണിക്ക് ഹംലിയാത്തും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സംഭവം സെറ്റ്. യാ മോൻ എങ്ങോട്ട് നോക്കി. അപ്പോൾ നമ്മളെന്താക്കട്ടെ, കഴിക്കട്ടെ. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫിഷ് വൻ സെറ്റപ്പ് ഫിഷാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താക്കുന്നത്,
നേരെ ലേശം ചട്നി എടുക്കുക, ടീസ്പൂൺ വേണമെങ്കിലും എടുത്തോട്ടോ. അങ്ങോട്ട് ഇങ്ങനെ കുഴക്കുക. എന്നിട്ട് ഒരു കഷ്ണം മീൻ ഇങ്ങനെ എടുക്കുക. അങ്ങോട്ട് നോക്ക്, മീൻ നല്ല ചൂടൻ മീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് സംഭവം അടിപൊളിയാട്ടോ. നല്ല സ്ഥലമാ. വിലയേറിയ അഭിപ്രായം പറയുകയാണെങ്കിൽ ഫിഷ് ഓക്കെയാണ്. റൈസ് വലിയ പോരാന്ന് പറയുന്നത്, റൈസ് വലിയ പോരാന്ന് പറയുന്നത്. പക്ഷേ ഫിഷ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സംഭവം വേണേൽ ഫിഷ് ഒന്നുകൂടി കണ്ടോളേ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ 7up ഇവിടുത്തെ 7upൻ്റെ ടേസ്റ്റ് ഇവിടുന്ന് കുടിച്ചാലേ കിട്ടുള്ളൂ. വേറെ ഏടുന്ന് കുടിച്ചാലും കിട്ടൂല കേട്ടോ. വീണ്ടും ലേശം ചോറെടുക്കുക, ഒരു കഷ്ണം വെന്തില്ല ഫിഷ് എടുക്കുക, ചോറിലേക്ക് വെക്കുക. ഇങ്ങനെ മുളക് എടുത്തിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞോ? ഇനിയില്ല. ഫിഷ് നല്ല ഫിഷാട്ടോ. ഇല്ല, ഫിഷ് നല്ല ടേസ്റ്റ് ഇല്ല. ഈ ഫിഷിൻ്റെ പേരെന്തോ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓർമ്മയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളുടെ 1 കിലോ, ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു? 1 കിലോ ആണല്ലേ മീൻ? 1,100 ഉണ്ടായിന് മീൻ. നമുക്ക് മീനിൻ്റെ ഒരു കോലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈസ് ഇവിടെ തീരുമാനമായി. എൻ്റെ വെള്ളം അറിഞ്ഞില്ലത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പം ഇതാണ് സംഭവങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഇത് അൽ ഹസൽ റിഷ്ദിയയിൽ നമ്മളെ മത്താം ബസൂക്കൻ്റെ നേരെ ഓപ്പോസിറ്റ് മത്താം ദാറുൽ ലുലു അല്ലേ? നേരെ ഇങ്ങോട്ട് പോയിട്ടോ. നല്ല അടിപൊളി ഫിഷ്, ഫുൾ മലയാളീസ്. ചങ്ങായിമാരെ, ഇതാ 1 കിലോ മീനിൻ്റെ ഒരു കോലം. അങ്ങോട്ട് നോക്ക്, മൊത്തത്തിലിവിടെ ഒരു യുദ്ധം നടന്ന സ്ഥലമുണ്ട്. അവിടെ കുബൂസ് മാത്രം ബാക്കിയായി.